മറ്റേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഈ മന്ത് പോവാൻ ചാൻസ് ഉണ്ട് മറ്റേ കസിൻസിന്റെ അടുത്ത്. അപ്പോ ഞാനിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആക്ച്വലി ഞാൻ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാ, പക്ഷെ നടന്നില്ല. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കിടന്നപ്പോ ലേറ്റ് ആയിപ്പോയി. നല്ല ലേറ്റ് ആയപ്പോ രാവിലെ എഴുന്നേക്കുന്നത് പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഓക്കേ. ആക്ച്വലി ഇവിടെ ഒരു സർവീസിൽ കയറിയേക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് എന്തെങ്കിലും ഞാൻ ഫുഡ് ഓൾറെഡി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. അപ്പം അത് കുറച്ച് ചപ്പാത്തിയും ചിക്കൻ കുറച്ച് കൊണ്ടുപോകും. അപ്പം അതും കൂടി കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോവാം. ആക്ച്വലി മഴയുണ്ട്, കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. വരുന്ന വഴിക്കൊക്കെ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു കേട്ടോ. സർവീസിൽ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി മാത്രം കയറി ഞാനിപ്പോൾ ഇവിടെ മഗ്ഡിയിലെ സീറ്റിങ്ങിൽ ഇരിപ്പുണ്ട്. ബിക്കോസ് ഇവിടുത്തെ വ്യൂ നല്ല ഭംഗിയുണ്ട്. വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇവിടെ ബീച്ചിൽ വന്നേക്കുക. ദിസ് ഈസ് ഞാൻ നേരത്തെ കാണിക്കാന്ന് പറഞ്ഞ ആള്. അവിടെ എല്ലാവരും ബാക്കിയുള്ള എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ ആക്ച്വലി നമുക്കൊരു പണി കിട്ടിയിട്ടിരിക്കുക. പറ എന്താ പണിയെന്ന്? ആക്ച്വലി നമ്മള് മറ്റേ കോളേജിലല്ലേ പോയെ. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്ക് അവരെന്താ പറഞ്ഞു സാറ്റർഡേ മാത്രം എന്തോ ഓപ്പണിംഗ് ഉള്ളൂ. ഞങ്ങൾ ആക്ച്വലി അതെന്തോ പള്ളിയാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് കാണാൻ വേണ്ടി പോയതാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനോ വിചാരിച്ചിട്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് ഞങ്ങൾ പാർക്കിങ്ങിന്റെ ഫീസൊക്കെ കൊടുത്ത് വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നു പോയപ്പം ഫ്രണ്ട് ഗേറ്റ് ക്ലോസ് ആയിട്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞങ്ങൾ വന്ന് നടന്നു വന്ന 2 പിള്ളേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അപ്പൊ ഇനി കാണണം. സൈഡിൽ കൂടെ പ്രൈവറ്റ് ആയിട്ട് അതും ഓൾമോസ്റ്റ് ക്ലോസ് ആയി കാണും. അപ്പൊ വെറുതെ അങ്ങോട്ട് പോകണ്ട എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അപ്പം തന്നെ വന്നു തിരിച്ച്. എന്നിട്ട് ഇവ നിൽക്കുന്ന അടുത്തുനിന്ന് ഞങ്ങൾ കുറച്ച് സാധനം എടുത്തിട്ട് അവിടെ നിന്ന് ഞങ്ങള് ഇപ്പൊ ഇതിന്റെ തൊട്ടടുത്തൊരു ബീച്ചുണ്ട്. ഞങ്ങളിപ്പോ ഇവിടെ ബീച്ചിൽ വന്നേക്കുക. ബീച്ചിൽ വന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഇവിടെ ഇരിക്കുന്നു, വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മള് ഗീ റൈസും മോരുകറി വേണമെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ സാലഡ് ഉണ്ടാക്കും. പിന്നെ ചിക്കൻ കറി, ചിക്കൻ പൊരിക്കും. ഇനിയിപ്പോ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ എന്തെങ്കിലും എക്സൈറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിക്കും. ഇത് ആക്ച്വലി കൊള്ളാട്ടോ, നല്ല വ്യൂവാ. കൊള്ളാം അല്ലേ? കൊള്ളൂലേ? വേറെ 2 പേരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവരവിടെ ഫോണിൽ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഹലോ, പറയൂ. എന്ത് ചെയ്യുന്ന? വീട്ടിലോട്ട് കോളിങ് കേട്ടോ. നമ്മളിപ്പോ ഇവിടെ നിന്ന് എന്താ മേടിച്ചെന്നറിയോ? ബോൾ ചിക്കൻ മേടിച്ചു. ബോൾ ചിക്കൻ അല്ലേ? ബോൾ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. യോഗേർട്ട് ഇവിടെ നമ്മളിവിടെ ഇപ്പം യോഗേർട്ട് തപ്പി മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു യോഗേർട്ട് തപ്പി നടന്ന് നമ്മൾ മടുത്തു. എവിടെ ഇരിക്കുന്നു അറിയാമോ? എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. നമുക്കിനിയിപ്പം എന്തായാലും ഇനിയിപ്പോൾ തിരിച്ച് പോവാം. അല്ലാതെ പറയുന്നത് എനിക്ക് നാട്ടിൽ പോകുമ്പോൾ ഈ സാധനം എൻ്റെ ഡാഡിക്ക് കൊണ്ട് കൊടുക്കണം. ഡാഡി ആൻഡ് ഗ്രാൻഡ് ഡാഡി. എന്നിട്ട് അവരുടെ കൂടെ ചിയേഴ്സ് അടിക്കണം എനിക്ക്. ഇല്ല, മൈ ഡാഡി ഈസ് ചിൽ, യു നോ. അച്ഛൻ കഴിഞ്ഞ ദിവസം ഞങ്ങള് മാമ്മമാരെല്ലാരും കൂടി ഇരുന്നപ്പോഴത്തേക്ക് ഇതേണൊക്കെ എനിക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചു വന്നിട്ട് കുടിച്ചു. പക്ഷെ എനിക്ക് ആ ഒരു ചൊവ്വ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഞാൻ അച്ഛനോട് കണ്ണടച്ച് കുടിച്ചത്. പക്ഷെ ഞാൻ മൊത്തം കുടിച്ചില്ല. വീട്ടിൽ പോയി കുക്ക് ചെയ്യണം. ഇപ്പൊ സമയം എത്ര മണിയായെന്നറിയോ? 19:25. 7:30 ആവുന്നു. ഞങ്ങളുടെ കൂടെ വന്ന് 2 പേരെ കാണുന്നില്ല. അവിടെ ഉണ്ട്, കുഴപ്പമില്ല. നമ്മളിപ്പോ ഇവിടെ വീടെത്തി. ഇപ്പൊ കുക്കിംഗ് പരിപാടിയിലോട്ട് ഇങ്ങനെ കിടക്കുക.